വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യം. തൻ്റെ പിന്നാലെ വരുന്ന ജനത്തോട് അനുകമ്പ തോന്നി യേശുനാഥൻ അവർക്കായി അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത്. ദൈവം മനുഷ്യന് വേണ്ടി അപ്പമൊരുക്കുന്നു, അപ്പം നൽകുന്നു. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമാണ് ഭക്ഷണമൊരുക്കി അവന് നൽകുക എന്ന് പറയുന്നത്. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ കൂടി അടയാളമാണ് മക്കൾക്കായി ഭക്ഷണം ഒരുക്കി വയ്ക്കുകയും വിളമ്പിക്കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഒന്നാം വായനയിൽ ഏശയ്യായുടെ പ്രവചനം 25-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ ദൈവം ഒരുക്കുന്ന വലിയൊരു വിരുന്നിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തോട് ദൈവം കാണിക്കുന്ന കരുതലും ഒരമ്മയുടെ സ്നേഹത്തോടുകൂടെ മനുഷ്യൻ്റെ പിന്നാലെ നടക്കുന്ന ദൈവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. യേശുനാഥൻ ഈ സ്നേഹത്തിൻ്റെ മൂർത്തരൂപമായിരുന്നു. പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആവലാതി മനുഷ്യർ തന്നെ ഉപേക്ഷിച്ചു കളയുന്നുവെന്ന്, ആവശ്യങ്ങളുടെ നേരത്ത് തൻ്റെ അടുക്കലേക്ക് അവർ എത്തുന്നില്ല എന്നുള്ളതാണ് ആവലാതി പോലെ ദൈവം പറയുന്നത്. ജെറമ്യായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം മനുഷ്യർ ചെയ്യുന്ന 2 തിന്മകളെ പറ്റി പറയുന്നുണ്ട്. 2-ാം അധ്യായം 13-ാം വാക്യം 2 തിന്മകളെ പറ്റി പറയുന്നു. അവർ 2 തിന്മ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ നീരുറവയെ അവർ ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ വെള്ളം ശേഖരിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു എന്ന് പറയുന്നിടത്ത് തൻ്റെ അടുക്കലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ദാഹിച്ചിട്ടും തൻ്റെ അടുക്കലേക്ക് വരാതെ, ജീവന്റെ സമൃദ്ധി കാത്തു സൂക്ഷിക്കുന്ന നീരുറവയിലേക്ക് വരാതെ, വെള്ളം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകളുടെ പിന്നാലെ, അല്ലെങ്കിൽ പൊട്ടക്കിണറുകൾ കുഴിച്ചുകൊണ്ട് വിഗ്രഹാരാധനയുടെ പിന്നാലെ പോയി എന്ന് തന്നെയാണ് ഇവിടെ സൂചന. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: മനുഷ്യർ തന്നോട് കൂടെ ആയിരിക്കുക, തന്നെ തേടുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തന്നെ തേടുന്ന മനുഷ്യനെ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം മനുഷ്യൻ എന്ന ദൈവത്തെ അന്വേഷിക്കാനായി ആരംഭിക്കുന്നുവോ, അവിടുത്തെ പിന്നാലെ നടക്കാൻ ആരംഭിക്കുന്നുവോ, അന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വിശപ്പും ദാഹവും ഇല്ലാതാകുമെന്ന് തന്നെയാണ്, അത് ശമിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് സൂചന ലഭിക്കുന്നത്. യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ചു നൽകി. സ്വർഗത്തിൻ്റെ വലിയ വിരുന്നിൻ്റെ തുടക്കമായിരുന്നു അത്. ഏശയ്യായുടെ ദർശനത്തിൽ പറഞ്ഞതുപോലെ ദൈവം തന്നെ വലിയ സദ്യ ഒരുക്കി ജനത്തിനെ ഊട്ടുന്ന വലിയ കാലഘട്ടത്തിൻ്റെ തുറവിയായി, തുടക്കമായി ഈ അപ്പം വർദ്ധിപ്പിക്കലിനെ നമുക്ക് കാണാൻ കഴിയണം. തന്നെ വെച്ചു വിളമ്പാൻ വേണ്ടി യേശുനാഥൻ ഒരുങ്ങുന്ന യാത്രയിലാണ് അവരുടെ ജീവിതത്തിലേക്ക് അപ്പം നൽകിയത്. അനുകമ്പ അതിൻ്റെ മൂർധന്യതയിൽ പ്രകടമാകുന്നത് കുരിശിലാണ്, ബലിവേദിയിലാണ്. ഓരോ കുർബാനയും ഈ പങ്കുവയ്പ്പിൻ്റെയും അന്വേഷിക്കുന്നവൻ്റെ മേൽ കരുണ തോന്നി തന്നെ നൽകുകയും ചെയ്യുന്നതിൻ്റെയും അടയാളമാണ്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്രാ വഴി ഏറ്റവും സുന്ദരമായി മാറുന്നതിന് കർത്താവിൻ്റെ കരുണ തേടുന്ന മനുഷ്യരായി രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. അനുതാപത്തോടുകൂടെ അവിടുത്തെ പിന്നാലെ യാത്ര ചെയ്യാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു.